കോട്ടയം പൂവത്തും മൂട്ടിൽ അധ്യാപികയെ ഭർത്താവ് സ്കൂളിനുള്ളിൽ കയറി ആക്രമിച്ചു. കഴുത്തിന് കുത്തേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന്റെ ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാന്നുള്ള ഒത്തിരി നാളായതല്ലേ. അന്നേരം പിന്നെ എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇത് കുടുംബ പ്രശ്നമാണ് എന്നാണോ അറിയാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് അധ്യാപികയുടെ ആരോഗ്യനില? അനുജ, തീർച്ചയായിട്ടും കുടുംബ പ്രശ്നമാണെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നാട്ടുകാരോടും അതുപോലെ തന്നെ പോലീസിനോടും സംസാരിച്ചു. അവരെല്ലാം പറയുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ തമ്മിൽ അകന്ന് കഴിയുകയായിരുന്നു. ഈ അധ്യാപികയായിട്ടുള്ള ഡോണി എന്ന് പറയുന്ന യുവതി അവർ ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഈ ഭർത്താവ് എന്ന് പറയുന്ന കൊച്ചുമോൻ എന്ന ആൾ വീട്ടിലുമായിരുന്നു. അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില സംശയങ്ങളുടെയൊക്കെ പേരിൽ ഇവരെ നിരന്തരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 10:30 ഈ സംഭവം നടക്കുന്നത്. പേരൂർ LP സ്കൂളാണ്. ഇവിടെ ഈ കാണുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയെ പുറത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഓഫീസ് മുറിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഈ കഴുത്തിൽ കത്തിവെച്ച് മുറിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന തർക്കത്തിനൊടുവിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? രാവിലെ ഒരു 10:45 ഈ സംഭവം നടക്കുന്നതാണ് അറിഞ്ഞത്. രാവിലെ ഇവർ ഡോണിയ എന്ന് പറയുന്ന ടീച്ചറുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു. ടീച്ചറെ അന്വേഷിച്ചു. 9:30 അപ്പോൾ അന്നേരം ടീച്ചറില്ല. അതിനുശേഷം അവർ വീണ്ടും വന്നു. തമ്മിലുള്ള കുടുംബ പ്രശ്നമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും അയാൾ 10:45 വന്നു. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസ് മുറിയിലേക്ക് വന്നു. അവിടെ വെച്ച് കഴുത്തിൽ കത്തി വെച്ച് മുറിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ടീച്ചർമാരും ഒച്ച കേട്ടിട്ട് കുക്കും അവരെല്ലാവരും ഓടി വന്നു. അവരാണ് ഈ കത്തി തട്ടിക്കളയുന്നത്. അതിനുശേഷം ഈ വാട്ടർ ഹൗസ് ഇവിടെ അടുത്തുണ്ട്. അവിടുത്തെ ജോലിക്കാർ ഓടി വന്നു. അന്നേരം ഈ ടീച്ചർ ഓടി ഈ മുറിയിൽ കയറിയെന്നാണ് പറഞ്ഞത്. നിർഭാഗ്യമെന്ന് പറയുന്നത് ഈ കുട്ടികൾ ഇത് കാണാനിടയായിട്ടുണ്ട്. ഈ ചോരയൊലിപ്പിച്ച് വരുന്നു. അതൊരു നിർഭാഗ്യകരമായ സംഭവമായി. തീർച്ചയായിട്ടും അതാണ് അനുജ സംഭവിച്ചതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കാണുന്ന ക്ലാസ്സിലാണ്, മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഓഫീസ് മുറിയുടെ സൈഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാന അധ്യാപിക അടക്കമുള്ളവരുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരാണ് വന്ന് ഈ കത്തി തട്ടി തെറിപ്പിച്ചത്. ഈ വ്യക്തി പുസ്തകത്തിനുള്ളിൽ കത്തി ഒളിപ്പിച്ച് കൊണ്ടുവന്ന് ഈ ടീച്ചറെ വിളിച്ച് ക്ലാസ്സിൽ നിന്നും ഇറക്കുകയായിരുന്നു. രാവിലെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ടീച്ചർ ഇവിടെ എത്തിയിരുന്നില്ല. അതിനുശേഷം വീണ്ടും വന്ന് ഏകദേശം ഒരു 10:30 ഇവിടേക്ക് വന്ന് ഈ സംഭവം, ഈ കൃത്യം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഇയാളുടെ പിന്നാലെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടീച്ചറുടെ ആരോഗ്യനില നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. കോട്ടയം പേരൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. അധ്യാപികയായ ഭാര്യയെ ഭർത്താവ് സ്കൂളിനുള്ളിൽ കയറി ആക്രമിക്കുകയായിരുന്നു. അധ്യാപികയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നതാണ്. ഭർത്താവിനെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.